യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമ പരവശയായിരിക്കുന്നുവെന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു. പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തുടുശോഭയും നിറമുന്തിരിനിൻ മുഖസൗരഭമോ പകരുന്നു. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. മാതളങ്ങൾ തളിച്ചൂടിയില്ലേ, കതിർപ്പാൽമണികൾ കനമാർന്നതില്ലേ, മതകൂജനമാർന്നിലപ്രാക്കളില്ലേ. മാതളങ്ങൾ തളിച്ചൂടിയില്ലേ, കതിർപ്പാൽമണികൾ കനമാർന്നതില്ലേ, മതകൂജനമാർന്നിലപ്രാക്കളില്ലേ. പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാം, കുളിർച്ചൂടി വരാം. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. നിന്നനുരാഗമിതൻ സിരയിൽ സുഖഗന്ധമിഴും മതിരാസവമായി ഇളമാനിനിൻ കുളിർമാറിൽ സഖി. നിന്നനുരാഗമിതൻ സിരയിൽ സുഖഗന്ധമിഴും മതിരാസവമായി ഇളമാനിനിൻ കുളിർമാറിൽ സഖി. തരളാദ്രമിതാ തലചായ്ക്കുകയായി വരു സുന്ദരിയൻ മലർച്ചയ്യയിൽ. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തുടുശോഭയും നിറമുന്തിരിനിൻ മുഖസൗരഭമോ പകരുന്നു. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ.
നേരം വെളുത്തോ? ഇല്ല. എങ്ങനെ ഇരുന്നു സിൽവിയ ക്രിസ്റ്റൽ? ഞാൻ ഫാമിലേക്ക് പോവാ, വരുന്നോ? പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിട്ടിരുന്നിട്ട് എന്ത് ചെയ്യാൻ? ഞാനും വരിക. 2 ദിവസം ഇവിടെ താമസിച്ച് ഈച്ചാന്റെ ഇവിടുത്തെ ഇടപാടിൽ എന്തൊക്കെ നിറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ. വാ. റീത്തമാവിയോട് എന്ത് പറയണം? മമ്മയോട് ഞാൻ പണക്കാന്ന് പറയണം. എന്നെ കൊണ്ടുപോയാ റീത്തമാവി കരഞ്ചാവും. എന്നാ മമ്മയോട് എനിക്ക് പണക്കൊന്നുമില്ലെന്ന് പറഞ്ഞേക്കണം. പിന്നെ മറ്റേ പാർട്ടിയോട് എന്ത് പറയണം? കോഡ് ഭാഷയിൽ ശാശിപ്പൂ 7-9 എന്ന് പറഞ്ഞ് വല്ല ഉണ്ടേ തന്നേരെ കൊണ്ടുകൊടുക്കാം. ഒന്നുമില്ല. പിന്നെ വേണേൽ മുന്തിരിത്തോട്ടങ്ങൾ പഴുത്ത് പാകമെത്തുന്നു, ദൂതായി പഴം പൂത്ത് സുഗന്ധം വീശുന്നു, വിളവെടുപ്പിന് കൂടാൻ എന്റെ സുന്ദരി വരിക എന്ന് പറഞ്ഞായിട്ട് കാച്ചിക്കും. അവളിങ്ങി പോരും. നാഥാ ദാ പിടിച്ചോന്നും പറഞ്ഞു. പോരട്ടെ? പോരട്ടെന്നോ? പോരട്ടെ. സോഫിയോട് പറയണം ഞാൻ വരുന്നുണ്ടെന്ന്. എന്ന്? ഏറിയാൽ 1 മാസത്തിനാവും, വിളവെടുപ്പ് കഴിഞ്ഞാലുടൻ. പിന്നെ അവളോട് പറയണം ഒരു കാരണവശാലും ഞാൻ വരുന്നത് വരെ മറ്റേ കെട്ടിനെ സമ്മതിക്കരുതെന്ന്. എങ്ങനെ അതുവരെ പിടിച്ചിരിക്കാൻ പറയണം. ഏറിയാൽ 1 മാസം. ഞാൻ പിടിച്ചു നിന്നോളാം. വന്നില്ലെങ്കിലും സാരമില്ല. എനിക്കിങ്ങനെ ഒരു വാക്ക് തരാൻ ഒരാളുണ്ടായല്ലോ. ഒരാളും ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല. ഇത്തവണ വിളവെടുപ്പിന് കൂടിയില്ലേലും അടുത്ത സീസണിലെ ഹാർവസ്റ്റിന്റെ മേൽനോട്ടക്കാരി സോഫി ആയിരിക്കുന്ന എൻ്റെ ഒരു തോന്നല്. അങ്ങനെ പറഞ്ഞേച്ചെങ്കിൽ സോഫിയ അയാൾക്കൊരു കത്തെഴുത്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് തന്നെ എഴുത്. ഇല്ലെങ്കിൽ ഞാൻ ആന്റണിയോട് പറയാം എഴുതാൻ. വേണ്ട, നീ ഇതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. എന്നാ ചേച്ചി പറയേ, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഡാഡി ആ കീടത്തിനെ കൊണ്ട് കെട്ട് നടത്തിക്കും. അതിനല്ലേ അവൻ ഒരു ദിവസം പോലും മുടങ്ങാതെ വന്നിരുന്ന് വെള്ളം വാങ്ങിച്ചു കൊടുക്കുന്നേ. ഡാഡിക്കാണെങ്കിൽ അതൊരു വാശി പോലാ. നീ വന്നേ. ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ചേ. ഇടരുത്. അമ്മയ്ക്ക് ഈ മാസം മുഴുവൻ ഡേ ഡ്യൂട്ടിയാണോ? നൈറ്റേ ഇല്ല? ഈയിടെ എന്താടി ഈ കൊച്ചേരെ ഇളക്ക കൂടുതല്? ആരൊന്നും കാണുന്നില്ലെന്ന് വിചാരിക്കരുത്. അടുത്ത വീട്ടിലെ ചെറുക്കനുമായിട്ട് ചേർന്നുകൊണ്ട് എപ്പോഴൊരു പ്ലാനും പദ്ധതി ഇടിയില്ലേ? എന്നതാ
അവനൊക്കെ കാശുകാർ പിള്ളേരുടെ കളി കൊണ്ട് നടക്കുക. ഞാൻ പറഞ്ഞെന്നില്ലെന്ന് വേണ്ട. കാര്യം കഴിയുമ്പോൾ പൊടിയും തട്ടി സ്ഥലം വിടും. ഇപ്പൊ നീ വിചാരിക്കും ഞാൻ വേറെന്തോ മനസ്സിൽ വെച്ചോണ്ട് പറയുമായിരിക്കും. സിമന്റ് കുമ്മായോ ഈ ആണി ശരിയാകുകയല്ല. വലിയ കാശുകാരനൊന്നും വേണ്ട, സാധാരണക്കാരൻ മതിയെന്ന് വെച്ചാൽ തന്നെ ഇന്നത്തെ കാലത്ത് വക്കച്ചനെ പോലും എടുത്തനല്ലാതെ വേറെ ഏതവും വന്നാലും കാര്യത്തോടെ എടുക്കുമ്പോൾ അപ്പന്റെ ചോദ്യം വരും. നിനക്ക് വേണ്ടി ഞാനാണ് അപ്പൻ നേക്കാന്ന് വെച്ചാൽ പോലും ഒടുവിൽ ഡോക്യുമെന്റ്സ് ഒക്കെ പിടിച്ച് ചെല്ലുമ്പോൾ അപ്പൻ അങ്ങേരായിട്ട് വരും. അങ്ങേരെ നേക്കാൻ തയ്യാറാകത്തോളം കാലം വേറൊരു കെട്ട് നടക്കാൻ സ്വല്പം ബുദ്ധിമുട്ടാ. നിന്നോട് അവന് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അവൻ എന്നെ അങ്ങനെ ആക്ഷേപിക്കില്ലായിരുന്നു. ഇന്ന് നിന്റെ അപ്പനെ തല്ലാൻ മടിക്കാത്തവൻ നാളെ നിന്നെ ഡെഫിനറ്റ് ആയിട്ടും തല്ലോ. അത് അച്ചട്ടാ. അത് അപ്പനല്ലാത്തോണ്ടാ. പക്ഷെ അത് അവൻ അറിയുന്നില്ലല്ലോ. ഇല്ലെന്നെങ്ങനെ അറിയാം? ഇല്ല, അത് നീ പറയല. പറഞ്ഞാ നിനക്കറിയാം അന്ന് നിന്നെ നിന്റെ അമ്മച്ചിയെ ഞാൻ അരിഞ്ഞ് പീസാക്കുമെന്ന്. പിന്നെ ആണുങ്ങളെ കറക്കി വിരിക്കുമ്പോ ഇതുമാതിരി കാര്യങ്ങളൊക്കെ ആദ്യം അങ്ങ് പറഞ്ഞു കളയരുതെന്ന് അറിയുന്നവളാ നീ. ഒന്നുമില്ലെങ്കിലും നീ നിന്റെ അമ്മച്ചിയുടെ മോളല്ലേ. അതിന്റെ പാതി സാമർത്ഥ്യമൊക്കെ നിനക്കും കാണില്ലേ? എന്താ പറ്റിയേ? നിന്റെ അമ്മച്ചിയെ കെട്ടിത്താഴ്ത്ത്. എവിടെയെങ്കിലും നീ പൊയ്ക്കൂടെ? ഇന്ന് മുടിപ്പിക്കാൻ മാത്രം കൊള്ളാം. എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പറഞ്ഞ അത് വെച്ച് നശിപ്പിക്കുക. ഓടിയാപ്പുറത്ത് അവളൊരുത്തി കാഴ്ച കാണാൻ. നിനക്കും എന്നെ അവമാനിക്കാൻ തോന്നി തുടങ്ങിയിട്ടുണ്ട് ലടി. കാശുകാരനെ കിട്ടാൻ പോണെന്ന് വിചാരിച്ചിട്ടുള്ള പൊളപ്പാണോ? പടം പൊട്ടിയത് എങ്ങനെയാണെന്ന് നീ നിന്റെ അമ്മച്ചിയോടോ മറ്റാരോടെങ്കിലോ പറഞ്ഞോ ഞാൻ അറിഞ്ഞാല് ഇതന്ന് നിന്റെ കഴുത്തിനുള്ളിലിരിക്കും. എനിക്ക് ആകെ പേടിയാവുന്ന ആന്റണി. ഇതേവരെ നോട്ടവും അർത്ഥം വെച്ചുള്ള വർത്താനമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ ഇതിപ്പോ ആദ്യമാണ്. വഴങ്ങിയില്ലേൽ കൊന്നുകളയെന്നുള്ള മട്ടില്ല. കെട്ടിച്ചിടുന്നതിന് മുമ്പ്
എല്ലാ ആയുധങ്ങളും എടുത്ത് നോക്കായിരിക്കും എന്നാ എനിക്കും തോന്നിയത്. സോളമനിച്ചാൻ ഇത് അറിഞ്ഞാൽ ആകെ അപ്സെറ്റ് ആവും. അറിയിക്കണ്ട. എന്തിനാ വെറുതെ? അറിയിക്കണ്ട നിങ്ങൾ പറഞ്ഞാൽ എല്ലാം അന്നേരം അറിയിച്ചോണെന്നാ എനിക്ക് പുള്ളിയുടെ ഇൻസ്ട്രക്ഷൻ. എനിക്ക് പുള്ളി പറയും പോലെ ചെയ്യാൻ നോക്കൂ.